നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത് അഖണ്ഡ ജ്യോതിയുടെ ലോകത്തേക്കാണ്. 1965 ജനുവരിയിലെ ഈ ലക്കത്തിൽ യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി നമുക്കായി പകർന്നു തന്ന ആഴത്തിലുള്ള അറിവുകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ചിന്താശക്തിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ചിന്തകളുടെ ഒഴുക്ക് ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിട്ടാൽ നമ്മുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന്. ഈ ഒരൊറ്റ ആശയം, ഇതാണ് ഈ ലക്കത്തിന്റെ ആത്മാവ്. നമ്മുടെ ലോകം തുടങ്ങുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്? ആദ്യം നമ്മൾ ചിന്തയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ ആ അറിവ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് നോക്കും. തുടർന്ന് നിസ്വാർത്ഥ സേവനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവസാനം ഒരു പുതിയ യുഗത്തെക്കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാടിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. അപ്പോൾ എന്താണ് ഈ അഖണ്ഡ ജ്യോതി? ഇതൊരു സാധാരണ മാസികയാണോ? അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും ഉള്ളിലേക്ക് അറിവിന്റെയും നന്മയുടെയും വെളിച്ചമെത്തിക്കാനുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ്. മനുഷ്യരാശിയെ ധാർമ്മികമായും ആത്മീയമായും ഒരുമിച്ച് ഉയർത്തുക, അതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. നമ്മളെപ്പോഴും പുറത്തല്ലേ പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടുന്നത്? പക്ഷേ യുഗഋഷി നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? യഥാർത്ഥ പരിഹാരം നമ്മുടെ ഉള്ളിലാണ്. യഥാർത്ഥത്തിലുള്ളൊരു വിപ്ലവം തുടങ്ങേണ്ടത് പുറത്തല്ല, ഓരോ വ്യക്തിയുടെയും മനസ്സിലാണ്. ഇതിനെയാണ് വിചാരക്രാന്തി അഥവാ ചിന്താ വിപ്ലവം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. നമ്മുടെ ഓരോ ചിന്തയും ഒരു വിത്ത് പോലെയാണ്. ആ വിത്താണ് പിന്നീട് നമ്മുടെ വാക്കുകളായി മുളയ്ക്കുന്നത്, പ്രവൃത്തികളായി വളരുന്നത്, അവസാനം നമ്മുടെ ശീലങ്ങളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വലിയ മാറ്റവും തുടങ്ങേണ്ടത് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുന്നതിലൂടെയാണ്. ഈ ചിത്രം കണ്ടില്ലേ? ഒരു ശില്പി ഒരു കല്ലിനെ മനോഹരമായൊരു രൂപമാക്കി മാറ്റുന്നതുപോലെ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ജീവിതത്തെയും വിധിയെയും രൂപപ്പെടുത്തുന്നത്. മനുഷ്യൻ തന്റെ ഭാഗ്യത്തിന്റെ നിർമ്മാതാവ് സ്വയമാണ് എന്ന ലേഖനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതം യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല, അത് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ചേർന്ന് നമ്മൾ തന്നെ നിർമ്മിക്കുന്നൊരു ശില്പമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം, ഇന്ന് ഈ നിമിഷം എന്റെ ചിന്തകൾ കൊണ്ട് ഞാൻ എങ്ങനെയുള്ളൊരു നാളെയാണ് പടുത്തുയർത്തുന്നത്? ഞാൻ വിതയ്ക്കുന്ന ഈ ചിന്തയുടെ വിത്തുകൾ എനിക്ക് എങ്ങനെയുള്ളൊരു ഭാവിയായിരിക്കും സമ്മാനിക്കുക? ചിന്തകൾ നന്നായാൽ മാത്രം മതിയോ? പോരല്ലോ. ആ നല്ല ചിന്തകൾ നമ്മുടെ പ്രവൃത്തികളിലൂടെയും ജീവിതത്തിലൂടെയും പുറത്തേക്ക് വരണം. അറിവിനെ പ്രവൃത്തിയായി മാറ്റുന്ന ആ ഒരു ആത്മീയ ജീവിതം എങ്ങനെ നയിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മുന്നിൽ എപ്പോഴും രണ്ട് വഴികളുണ്ട്. ഒന്ന്, ഭൗതികമായ നേട്ടങ്ങൾക്കും കുറച്ചുകാലം മാത്രം നിലനിൽക്കുന്ന സന്തോഷങ്ങൾക്കും പിന്നാലെ ഓടുന്ന വഴി. മറ്റൊന്ന്, നമ്മുടെ ആന്തരികമായ വളർച്ചയ്ക്കും എക്കാലവും നിലനിൽക്കുന്ന സമാധാനത്തിനും പ്രാധാന്യം നൽകുന്ന ആത്മീയമായ വഴി. നമ്മൾ ഏത് വഴി തിരഞ്ഞെടുക്കുന്നോ അതായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. ആത്മീയതയുടെ തുടക്കം നമ്മുടെ വീട്ടിൽ നിന്നാണ്, അല്ലേ? കുടുംബജീവിതം സ്വർഗമാക്കാമെന്ന ലേഖനത്തിൽ അതിന് ലളിതമായ 4 വഴികൾ പറയുന്നുണ്ട്. ക്ഷമ, നിസ്വാർത്ഥമായ സ്നേഹം, പരസ്പരം സഹകരിക്കാനുള്ള മനസ്സ്, പിന്നെ പരസ്പര ബഹുമാനം. ഈ 4 തൂണുകൾ ഉറപ്പുള്ളതാണെങ്കിൽ ഏത് വീടും ഒരു സ്വർഗമായി മാറും. ധർമ്മമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പൂജകളും ആചാരങ്ങളുമൊക്കെയാവും. എന്നാൽ അഖണ്ഡജ്യോതി പറയുന്നത് യഥാർത്ഥ ധർമ്മം അതല്ല എന്നാണ്. സത്യസന്ധതയോടെയും കരുണയോടെയും നമ്മുടെ കടമകൾ കൃത്യമായി നിർവഹിക്കുന്നതാണ് യഥാർത്ഥ ധർമ്മം. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഈ ധാർമ്മികമായ ജീവിതം എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുക? അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് നിസ്വാർത്ഥമായ സേവനം. മറ്റുള്ളവർക്കു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ ആത്മീയതയുടെ യഥാർത്ഥ അളവുകോൽ. ഈ വാക്കുകൾ എത്ര സത്യമാണ്, അല്ലേ? നമുക്ക് വേണ്ടി എന്തെങ്കിലും നേടുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് കുറച്ചുനേരം ഉണ്ടാവും, പിന്നെ പോകും. എന്നാൽ മറ്റൊരാളെ സഹായിക്കുമ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ കിട്ടുന്ന സംതൃപ്തി എന്നും നമ്മുടെ ഹൃദയത്തിൽ ഒരു വെളിച്ചമായി നിലനിൽക്കും. അപ്പോൾ എന്തിനാണ് സേവനം ഇത്രയധികം പ്രധാനം? കാരണം അത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കും. നമ്മളെല്ലാവരും ഒന്നാണെന്ന ബോധം വളർത്തും. സമൂഹത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, സേവനം ഒരേ സമയം നമ്മളെയും നമ്മൾ ജീവിക്കുന്ന ലോകത്തെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്നു. ഇതുവരെ നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സംസാരിച്ചു. ഇനി നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് കുറച്ചുകൂടി വിശാലമാക്കാം. ഈ പഠനങ്ങളെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? മനുഷ്യരാശിയുടെ ശോഭനമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ ദർശനത്തിലേക്കാണ് യാത്ര. ഈ ആത്മീയ പാതയുടെ ലക്ഷ്യം നമ്മൾ മാത്രം രക്ഷപ്പെടുക എന്നതല്ല. അതിലും എത്രയോ വലിയൊരു ലക്ഷ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ ലക്ഷ്യം അറിവും വെളിച്ചവുമുള്ള ഒരു പുതിയ സമൂഹത്തെ തന്നെ കെട്ടിപ്പടുക്കലാണ്.
നമ്മളെ വെള്ളത്തിലേക്കൊരു കല്ലിടുമ്പോൾ ഓളങ്ങൾ പടരുന്നതുപോലെ ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ സമൂഹത്തിൽ മുഴുവൻ പടർന്ന് ഒരു വലിയ പരിവർത്തനത്തിന് കാരണമാകും. അതെ, ഇതാണ് ആത്യന്തികമായ ലക്ഷ്യം, യുഗനിർമ്മാണം. സത്യവും സ്നേഹവും നീതിയും നിലനിൽക്കുന്ന ഒരു പുതിയ സുവർണ്ണ കാലഘട്ടം. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ചെറിയ നല്ല കാര്യങ്ങൾ പോലും ഈ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചുവടുവയ്പ്പുകളാണ്. അപ്പോ ഈ വലിയ ആശയങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നുകൂടി നോക്കിയാലോ? ഈ 5 കാര്യങ്ങൾ നമുക്ക് ഓർത്തുവെക്കാം. 1. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. 2. ശരിയായ പ്രവൃത്തികളിലൂടെയാണ് ആത്മീയത ജീവിക്കേണ്ടത്. 3. നമ്മുടെ വീടാണ് നമ്മുടെ ആദ്യത്തെ സ്വർഗം. 4. നിസ്വാർത്ഥ സേവനത്തിലൂടെ യഥാർത്ഥ സന്തോഷം കണ്ടെത്താം. ഏറ്റവും പ്രധാനമായി, ലോകത്തൊരു മാറ്റം വരണമെങ്കിൽ ആ മാറ്റം ആദ്യം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. അതുകൊണ്ട് പോകുന്നതിനു മുൻപേ ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. ഒരു നല്ല നാളേക്ക് വേണ്ടി, ഒരു പുതിയ യുഗത്തിനു വേണ്ടി ഇന്ന് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന ആ ഒരു ചിന്ത എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ആ ഒരു കൊച്ചു കാര്യം എന്താണ്? കാരണം വലിയ വിപ്ലവങ്ങളെല്ലാം തുടങ്ങുന്നത് അത്തരം ചെറിയ എന്നാൽ വളരെ ശക്തമായ ചുവടുവെപ്പുകളിൽ നിന്നാണ്.